Hello and welcome to Vinee seducare. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഇവാൻസ് ക്രൈസ് ആൻഡ് O ലെവൽ എന്ന ലെസൻ്റെ കണ്ടിന്യൂഷൻ പാർട്ടായിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 72 onwards ആണ്, right? So Ivan's the break, as the prison officers called him. Thrice he had escaped from prison, and but for the recent wave of unrest in the maximum security establishments up north, he wouldn't now be gracing the governor's premises in Oxford, and the governor was going to make absolutely certain that he wouldn't be disgracing them. Not that Evans was a real burden, just a persistent, nagging presence. He would be all right in Oxford, though. The governor would see to that, would see to it personally. And besides, there was just a possibility that Evans was genuinely interested in O-level German. Just a slight possibility. Just a very slight possibility. At 8:30 p.m. on Monday 7 June, Evans' German teacher shook him by the hand in the heavily guarded recreational block just across from DV. So, Evans the break എന്നായിരുന്നു അവിടുത്തെ ഓഫീസേഴ്സ് ഇവാൻസിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ബിക്കോസ് എവറി ടൈം or 2 or 3 times he had already tried to break the prison and run away from there. So, ഈ പ്രാവശ്യം ഗവർണർ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കുറച്ച് സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരുന്നുകൊണ്ട് ദ ചാൻസസ് ഓഫ് ഇവാൻ ബ്രേക്കിംഗ് ദ ജയിൽ ഓർ പ്രിസൺ വാസ് വെരി ലെസ്. ആൻഡ് ഗവർണറും മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ടായിരുന്നു ദാറ്റ് ഈ പ്രാവശ്യം പോലീസുകാർക്ക് ഒരു നാണക്കേടും ഉണ്ടാവില്ല ഇവാൻസ് കാരണം സെക്യൂരിറ്റി അത്രയ്ക്ക് സ്ട്രോങ് ആക്കി വെച്ചേക്കുകയായിരുന്നു. ആൻഡ് എന്തുകൊണ്ടാണ് ഗവർണർ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത്? കാരണം അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായിരുന്നു ഈ ഒരു ജർമ്മൻ O ലെവൽ എക്സാം എന്ന് പറയുന്നത് ഇവാൻസിന് വീണ്ടും ഒരു ജയിൽ ബ്രേക്ക് നടത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന്. പക്ഷേ ഇതൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടും അറ്റ് ലാസ്റ്റ് ഗവർണർ ചിന്തിക്കുകയാണ്, ചിലപ്പോൾ അവന് ജെന്യൂൻലി O ലെവൽ എക്സാം പാസ്സാണെന്നുണ്ടെങ്കിലോ. അങ്ങനെ ഇരിക്കുകയാണ് 8:30 Monday 7 ജൂണിന് ഇവാൻസിൻ്റെ ജർമ്മൻ ടീച്ചർ വന്നിട്ട് ഇവാൻസുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. അതെവിടെയാണ്? ഇൻ ദ റെക്രിയേഷണൽ ബ്ലോക്ക് ജസ്റ്റ് അക്രോസ് ഫ്രം ദ ഡി വിങ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് റെക്രിയേഷണൽ ബ്ലോക്കിലാണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നത്. ഗുഡൻ ലക്ക് ഇവാൻസ്. പാരൻ? ഐ സെഡ് ഗുഡ് ലക്ക് ഫോർ ടുമോറോ. ഓ താങ്ക്സ്. Danke, Sachon. You haven't a cat in hell's chance of getting through, of course, but I may surprise everybody, said Evans. At 8:30 the following morning, Evans had a visitor. 2 visitors, in fact. He tucked his grubby string vest into his equally grubby trousers and stood up from his bunk, smiling cheerfully. Morning, Mr. Jackson. This is indeed an honor. Jackson was the senior prison officer on D wing, and he and Evans had already become warm enemies. At Jackson's side stood Officer Stephens, a burly, surly-looking man only recently recruited to the profession. Jackson nodded curtly. And how is our little Einstein this morning then? Wasn't he a mathematician, Mr. Jackson? I think he was a Jew, Mr. Jackson. Ivan's face was unshaven and he wore a filthy-looking red and white bobble hat upon his head. Give me a chance, Mr. Jackson. I was just going to shave when you burst in. Which reminds me, Jackson turned his eyes on Stephens. Make sure you take his razor out of the cell when he is finished scraping up that ugly mug of his. Clear? One of these days he will do us all a favor and cut his bloody throat. സോ ഇവിടെ വൈകുന്നേരം 8:30 ജർമ്മൻ ടീച്ചർ വന്നപ്പോൾ ജർമ്മൻ ടീച്ചർ ഇവാൻസിനെ ജർമ്മനിൽ ഗുഡ് ലക്ക് ഫോർ ടുമോറോ എന്ന് പറയും. അത് ആദ്യം മനസ്സിലാവില്ല ഇവാൻസിന്. പിന്നീട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കേട്ട് കഴിയുമ്പോൾ അവൻ തിരിച്ച് താങ്ക് യു പറയും. ആദ്യം ഇംഗ്ലീഷിൽ, പിന്നെ തപ്പിപ്പിടിച്ച് ജർമ്മനിലും അതേ താങ്ക് യു ടീച്ചറിനോട് പറയും. ആൻഡ് ദെൻ ടീച്ചർ പറയാണ്, ഒരു തരിക്ക് പോലും നിനക്ക് ചാൻസ് ഇല്ല ഈ ഒരു ജർമ്മൻ എക്സാം പാസ്സാവാൻ. അപ്പോൾ ഇവാൻസ് പറയാണ്, ചിലപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ സർപ്രൈസ് ചെയ്താലോ, ചിലപ്പോൾ ഞാൻ ജയിച്ചാലോ. ആൻഡ് അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 8:30 ഇവാൻസിനെ കാണാൻ 2 വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു.
ഓക്കെ. ഇവാൻസ് അപ്പം വളരെ അൺടൈഡി ആയിട്ടുള്ള ഒരു വെസ്റ്റ് ബനിയനും ആൻഡ് ഈക്വലി അൺടൈഡി ആയിട്ടുള്ള ഒരു ട്രൗസേഴ്സും ഒക്കെ ഇട്ടായിരുന്നു അവൻ്റെ ആ ബങ്കിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. ടെക്സ്റ്റ് ബുക്കിലത്തെ പേജ് നമ്പർ 73 ഫോട്ടോ കണ്ടാൽ അറിയാം ആ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ തന്നേക്കുന്നത്. സോ യു ക്യാൻ സീ ദാറ്റ് ഹി ലുക്സ് വെരി ഫിൽതി ഇൻ ദാറ്റ് ഫോട്ടോഗ്രാഫ്, റൈറ്റ്? നീറ്റ് ആൻഡ് ക്ലീൻ അല്ല. സോ ആരായിരുന്നു വന്നിരുന്നത്? മിസ്റ്റർ ജാക്സൺ, ഡി വിങ്ങിലത്തെ ഓഫീസറായി മിസ്റ്റർ ജാക്സണും അദ്ദേഹത്തിനൊപ്പം തന്നെ പുതുതായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി വന്നേക്കുന്ന മിസ്റ്റർ സ്റ്റീഫൻസ്, അദ്ദേഹമാണ്. രണ്ടുപേരും കൂടിയാണ് ഇവാൻസിനെ കാണാൻ വന്നത്. അപ്പം ജാക്സണും ഇവാൻസും തമ്മിൽ നേരത്തെ മുതലേ ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു എനിമിറ്റി ഉണ്ടായിരുന്നു, റൈറ്റ്? അപ്പം ജാക്സൺ കയറി വരുന്നത് കണ്ടപ്പോൾ ഇവാൻസ് പറയുമായിരുന്നു, ഓ, ഐ എം റിയലി ഗ്ലാഡ് ടു സീ യു. മോർണിംഗ്. ഇറ്റ് ഈസ് ഇൻഡീഡ് ആൻ ഓണർ ദാറ്റ് യു ഹാവ് കം ഹിയർ ടു സീ മീ. അപ്പം ജാക്സൺ പറയാണ്, എന്ത് പറയുന്നു നമ്മുടെ ഐൻസ്റ്റൈൻ? സോ ഇവാൻസ് പറയും, ഐൻസ്റ്റൈൻ ഒരു മാത്തമാറ്റീഷ്യൻ അല്ലേ? എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ജൂ കൂടിയാണ്. ജൂ ഈസ് വൺ ഓഫ് ദി റിലീജിയസ് സെക്ഷൻ ഓഫ് ക്രിസ്ത്യൻസ്, റൈറ്റ്? സോ ഇവാൻസിൻ്റെ ഫേസ് ആണെങ്കിൽ ആകെ അൺടൈഡി ആയിരുന്നു, ഷേവ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു റെഡ് ആൻഡ് വൈറ്റ് കളറിൻ്റെ ഒരു മുഷിഞ്ഞ ഹാറ്റായിരുന്നു തലയിൽ ധരിച്ചിരുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ മിസ്റ്റർ ജാക്സൺ ഒരു അവൻ്റെ ആ അൺടൈഡി അട്ടയറിൽ ഇങ്ങനെ മുകളിലോട്ട് താഴെ വരെ നോക്കുമ്പോൾ ഇവാൻസിന് മനസ്സിലാവും, നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാവുമ്പോൾ ഇവാൻസ് പറയും, എനിക്കൊരു ചാൻസ് തരൂ മിസ്റ്റർ ജാക്സൺ, ഞാൻ ഷേവ് ചെയ്യാൻ പോവുമായിരുന്നു, അപ്പോഴാണ് നിങ്ങൾ കയറി വന്നത്. ആൻഡ് അത് കേൾക്കുമ്പോൾ ജാക്സൺ തിരിഞ്ഞ് സ്റ്റീഫൻസിനോട് പറയുവാണ്, ഇവൻ ഷേവ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് സ്റ്റീഫൻസ്, ഒരു കാര്യം ചെയ്യണം, ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവൻ്റെ ആ റേസർ ആ സെല്ലിൽ നിന്നും അങ്ങ് മാറ്റി വയ്ക്കണം. ചിലപ്പം ഇവൻ്റെ ത്രോട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് പണിയുണ്ടാക്കും, റൈറ്റ്? ഇതാണ് അവിടെ ജാക്സൺ പറയുന്നത്. ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് ഇവാൻസ് ലുക്ക്ഡ് thoughtfully at the man standing ramrod straight in front of him. A string of Second World War medals proudly paraded over his left breast pocket. Mr. Jackson, was it you who took my nail scissors away? Evans had always worried about his hands. And your nail file too. Look, for a moment, Evans' eyes smoldered dangerously, but Jackson was ready for him. Orders of the governor, Evans. He leaned forward and leered, his voice dropping to the harsh, contemptuous whisper. You want to complain? Evans shrugged his shoulders lightly. The crisis was over. So, our razor സെല്ലിൽ നിന്നും മാറ്റണം എന്ന് മിസ്റ്റർ ജാക്സൺ സ്റ്റീഫൻസിനോട് പറയുന്ന കേട്ടപ്പോൾ ഇവാൻസ് കുറച്ചു നേരം തൻ്റെ മുമ്പിൽ നല്ല നിവർന്ന് നിൽക്കുന്ന ആ മിസ്റ്റർ ജാക്സനെ ഒരു മിനിറ്റ് നേരം നോക്കുമ്പോൾ ആൾ ശ്രദ്ധിക്കുന്നത് മിസ്റ്റർ ജാക്സൻ്റെ യൂണിഫോമിൻ്റെ മുകളിൽ സെക്കൻഡ് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ മെഡൽസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു, റൈറ്റ്? ആൻഡ് അവൻ ചോദിക്കുകയാണ്, അപ്പോൾ താങ്കളാണോ മിസ്റ്റർ ജാക്സൺ എൻ്റെ സെല്ലിൽ നിന്നും എൻ്റെ നെയിൽ സിസേഴ്സ് എടുത്തിട്ട് പോയത്, എൻ്റെ നെയിൽ കട്ട് ചെയ്യുന്ന സിസേഴ്സ് എടുത്തിട്ട് പോയത്? അപ്പം ജാക്സൺ പറയാണ്, അതുമാത്രമല്ല നിൻ്റെ നെയിൽ ഫയലും ഞാനാണ് എടുത്ത് മാറ്റിയേക്കുന്നത്, നോക്കൂ എന്ന് പറഞ്ഞിട്ട് ആ നെയിൽ ഫയൽ കാണിച്ചു കൊടുക്കും. അത് കാണുമ്പോഴത്തേനും ഇവാൻസിൻ്റെ കണ്ണുകളിൽ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. കാരണം ഇവാൻസിന് എപ്പോഴും കയ്യിലത്തെ നെയിൽസൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ താല്പര്യമുള്ളൊരു കൂട്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നത് കാണുമ്പോൾ ജാക്സൺ ചോദിക്കും, ഗവർണറിൻ്റെ ഓർഡറാണ്, എനിക്കിത് ചെയ്തേ പറ്റൂ. എന്നിട്ട് ഹി ലീൻഡ് ഫോർവേഡ്, കുറച്ച് മുമ്പിലോട്ട് കുനിഞ്ഞിട്ട് കണ്ണിലോട്ട് നോക്കിക്കൊണ്ട്, ഇവാൻസിൻ്റെ കണ്ണിലോട്ട് നോക്കിക്കൊണ്ട് കുറച്ച് ഹാഷ് ആൻഡ് ഫുൾ ഓഫ് ഹേറ്റ്രഡ് രീതിയിൽ വിസ്പർ ചെയ്യാണ്, എനിക്കെന്താ കംപ്ലൈൻറ്റ് ചെയ്യണോ? ഇത് കേൾക്കുമ്പോൾ ഇവാൻസ് രണ്ട് ഷോൾഡറും പൊക്കിയിട്ട് വേണ്ട എന്ന രീതിയിൽ ആക്ഷൻ കാണിക്കും. അതോടുകൂടി ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ അവസാനിക്കും. You have got half an hour to smarten yourself up, Evans, and take that bloody hat off. Evans put his right hand lovingly on top of the filthy woolen and smiled sadly. Do you know, Mr. Jackson, it's the only thing that's ever brought me any sort of luck in life. Kind of lucky charm, if you know what I mean. And today I thought, well, with me exam and all that, buried somewhere in Jackson was a tiny core of compassion, and Evans knew it. So പോകുന്ന പോക്കിൽ
ജാക്സൺ പറയാണ്, ഒരു ഹാഫ് ആൻ അവർ മാത്രമേ ഉള്ളൂ നിനക്ക് നിൻ്റെ കയ്യിൽ ഇൻ ഓർഡർ ടു മേക്ക് യു ലുക്ക് സ്മാർട്ട്, റൈറ്റ്? ആൻഡ് പ്ലീസ് ടേക്ക് ഓഫ് യുവർ ബ്ലഡി ഹാറ്റ്, അതായത് ആ വൃത്തികെട്ട ഹാറ്റ് തലയിൽ നിന്നും മാറ്റിക്കോണം. അപ്പോൾ ഇവാൻസ് പറയാണ്, കൈ അവൻ്റെ തൊപ്പിയിലോട്ട് വെച്ചിട്ട് പറയാണ്, ഡു യു നോ മിസ്റ്റർ ജാക്സൺ, ഇതെനിക്കൊരു ലക്കി ചാം പോലെയാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഗുഡ് ലക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ തൊപ്പി വെച്ചപ്പോഴാണ്. ഇന്നാണെങ്കിൽ എൻ്റെ എക്സാമുമാണ്, അപ്പോൾ പിന്നെ ഞാനിത് വെച്ചോട്ടെ എന്നർത്ഥത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഇവാൻസിന് അറിയായിരുന്നു ജാക്സൻ്റെ ഉള്ളിൽ എവിടെയോ ചെറിയ രീതിയിലുള്ള ഒരു സിമ്പത്തി ഇവാൻസിനോട് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അത് മുതലെടുത്തുകൊണ്ടാണ് ഇവാൻസ് കാര്യം മിസ്റ്റർ ജാക്സനോട് പറയുന്നത്. Now moving on to page number 74. Just this once, then Shirley Temple. If there was one thing that Jackson genuinely loathed about Evans, it was his long wavy hair and get shaving. സോ ഈ ഒരു ടൈമിലോട്ട് മാത്രം ഞാനതിന് സമ്മതിക്കാം. ആൻഡ് ഷേർലി ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ആക്ട്രസ് ആൻഡ് സിംഗറായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു പേര് വെച്ച് ഇവാൻസിനെ വിളിക്കാൻ കാരണം എനിക്ക് തോന്നുന്നു ഷേർലി ടെമ്പിൾ ഹാഡ് എ വെരി curly hair and similar kind of hair was there on Ivan's head. And അത് മിസ്റ്റർ ജാക്സന് വളരെയധികം ദേഷ്യം പഠിപ്പിച്ച ഒരു കാര്യമാണ് അങ്ങനത്തെ കേർലി ഹെയർ വെച്ച് നിൽക്കുന്നത് കാണുമ്പോൾ. ആൻഡ് പോകുന്ന പോക്കിൽ പറയും, ഷേവ് മര്യാദയ്ക്ക് ചെയ്തോളും. At 8:45 the same morning, the Reverend Stuart McCleary left his bachelor flat in Broad Street and stepped out briskly towards Fairfax. The weatherman reported temperatures considerably below the normal for early June, and a long black overcoat and a shallow-crowned clerical hat provided welcome protection from the steady drizzle which had set in half an hour earlier and which now spattered the thick lenses of his spectacles. In his right hand he was carrying a small brown suitcase which contained all that he would need for his morning duties, including a sealed question paper envelope, a yellow invigilation form, a special authentication card from the examinations board, a paper knife, a Bible. He was to speak to the Women's Guild that afternoon on the Book of Ruth, and a current copy of the Church Times. So ഈ ഒരു സമയത്ത് 8:45 ആയപ്പോഴത്തേനും ഇൻവിജിലേറ്ററായ റെവറൻഡ് സ്റ്റുവർട്ട് മെക്ലറി അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് നിന്നും പുറപ്പെടുന്നു. ആൻഡ് വെതർമെൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ടെമ്പറേച്ചർ കുറച്ച് ലോ ആയിരുന്നു, അതുകൊണ്ട് മഴ ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ആ ചാറ്റൽ മഴയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്ലാക്ക് ഓവർകോട്ട് ആൻഡ് ഷാലോ ക്രൗണ്ട് ക്ലറിക്കൽ ഹാറ്റായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. ആദ്യം കുറച്ച് ഡ്രിസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ നിന്നും ആ ഒരു ഹാറ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു ഹെവി ആയിട്ടുള്ള റെയിൻഫോൾ നടന്നപ്പം ആളുടെ സ്പെക്സിൻ്റെ ലെൻസസൊക്കെ നനഞ്ഞിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡിൽ ഒരു സൂട്ട് കേസ് ഉണ്ടായിരുന്നു. അതിനകത്ത് അന്ന് രാവിലെ എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. തിങ്സ് ലൈക്ക് സീൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ, യെല്ലോ ഇൻവിജിലേഷൻ ഫോം, ദെൻ അത്തൻറ്റിക്കേഷൻ കാർഡ്, ദെൻ എക്സാമിനേഷൻ ബോർഡിൽ നിന്നും കിട്ടിയ അത്തൻറ്റിക്കേഷൻ കാർഡ്, ദെൻ പേപ്പർ നൈഫ്, അതുപോലെ ഒരു ബൈബിൾ. ആൻഡ് ബിക്കോസ് ഹി വാസ് ടു സ്പീക്ക് ടു വിമൻസ് ഗിൽഡ് ഓൺ ദ ബുക്ക് ഓഫ് റൂത്തിനെ പറ്റി സംസാരിക്കാനുണ്ടായിരുന്നു വിമൻസ് ഗിൽഡിനോട്. സോ അതുകൊണ്ട് ഒരു ബൈബിളും കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ കറൻറ്റ് ന്യൂസ് പേപ്പർ, ദ ചർച്ച് ടൈംസിൻ്റെ ഒരു കോപ്പിയും കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ്, ദ 2 hours examination was scheduled to start at 9:15 a.m. Evans was lathering his face vigorously when Stephens brought in 2 small square tables and set them opposite each other in the narrow space between the bunk on the one side and on the other a distempered stone wall. Next, Stephens brought in 2 hard chairs, the slightly less battered of which he placed in front of the table which stood nearer the cell door. Jackson put in a brief final appearance. "Behave yourself, laddie." Evans turned and nodded. "And these?" Jackson pointed to the pin-ups. "Off." Evans turned and nodded again. "I was going to take them down anyway. Our minister, isn't he? The chap coming to sit in? I mean, and how do you know about that?" asked Jackson quietly. "Well, I had to sign some forms, didn't I? And I couldn't help." Evans drew the razor carefully down his cheek and left a neat swath in the white leather. So here, 2 മണിക്കൂറത്തെ എക്സാം തുടങ്ങുന്നത് 9:15 ആയിരുന്നു. ഇവാൻസ് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയം കൊണ്ട് സ്റ്റീഫൻസ് 2 ചെറിയ സ്ക്വയർ ടേബിൾസ് കൊണ്ടുവന്നു. സോ 1 table was meant for the invigilator and the other one was meant for Evans. അത് ഓപ്പോസിറ്റ് ഫേസ് ടു ഫേസ് ആക്കി ഇട്ടു. ആൻഡ് ദെൻ ഹി ബ്രോട്ട്
2 chairs also. അതിനകത്തുനിന്ന് നല്ലൊരു ചെയർ, അതായത് ഒരു ചെയർ ഇത്തിരി പൊട്ടിയതൊക്കെ ആയിരുന്നു, പക്ഷേ നല്ല ചെയർ, ദ വൺ വിച്ച് വാസ് ലെസ് ബാറ്റഡ്, കുറച്ച് കേടുപാടുണ്ടായിരുന്ന ആ ഒരു കസേര എടുത്തിട്ട് ടേബിളിൻ്റെ അടുത്തായിട്ട് ഇട്ടു. ആൻഡ് ടേബിൾ ആൻഡ് ദ ചെയർ were placed quite nearer to the cell door. ആൻഡ് ദെൻ ആ ഒരു സമയം കൊണ്ട് ജാക്സൺ ഇടയ്ക്കൊന്ന് വന്ന് എത്തി നോക്കിയിട്ട് പറയും, ബിഹേവ് യുവർ സെൽഫ്, ഈ ഫുൾ എക്സാം ടൈമിൽ നീ നിന്നെ നന്നായി ബിഹേവ് ചെയ്തോണം. അത് കേൾക്കുമ്പോൾ ഇവാൻസ് യെസ് എന്ന് തലമൂളും. പോകുന്നതിന് മുമ്പ് തന്നെ വീണ്ടും നോട്ടീസ് ബോർഡിൽ കുറേ പിന്നപ്സ് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ജാക്സൺ പറയുന്നു അതൊക്കെ മാറ്റണം എന്ന്. സോ ഇവാൻസ് പറയാണ്, യെസ് ഞാനത് മാറ്റാൻ തന്നെ പോകുമായിരുന്നു, ഒരു മിനിസ്റ്റർ അല്ലേ വരുന്നത് എൻ്റെ ഇൻവിജിലേഷന് വേണ്ടി എന്ന് ചോദിക്കും. അപ്പം ജാക്സൺ ചോദിക്കും അതെങ്ങനെ നീ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇവാൻസ് പറയും, എനിക്ക് കുറച്ച് ഫോംസ് സൈൻ ചെയ്യാനുണ്ടായിരുന്നല്ലോ, അത് സൈൻ ചെയ്യാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചതാണ്. ആൻഡ് ദെൻ ഇവാൻസ് ഒരു റേസർ എടുത്ത് കെയർഫുള്ളായിട്ട് ആ ചീക്സിൽ ഷേവിങ് ക്രീം തേച്ചിരുന്നത് അത് നീറ്റായിട്ട് ഇങ്ങനെ ഷേവ് ചെയ്തെടുക്കും. അപ്പോൾ അവിടെ ഒരു ലൈൻ, ഇങ്ങനെ ക്ലിയർ ലൈൻ വരും, ക്ലീൻ ആയിട്ടുള്ളൊരു സ്പേസ് വരും. ആ സ്പേസിനെയാണ് സ്വാത്ത് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്, റൈറ്റ്? ദെൻ he is asking, can I ask you something, Mr. Jackson? Why did they have to bug me in this cell? He nodded his head vaguely to a point above the door. സോ ഇവാൻസ് ചോദിക്കുകയാണ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ എന്തിനാണ് അവരെന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്, എന്തിനാണ് ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റി തരുന്നത്, ഞാൻ ഓൾറെഡി ഈ സെല്ലിൻ്റെ ഉള്ളിലല്ലേ? നോട്ട് എ വെരി നീറ്റ് ജോബ്, കൺസീഡഡ് Jackson. They are not. They don't honestly think I'm going to try to. They are taking no chances, Evans. Nobody in his senses would take any chance with you. Who's going to listen in? I'll tell you who is going to listen in, laddie. It's the governor himself. See? He don't trust you a bloody inch, and no do I. I'll be watching you like a hawk, Evans. So keep your nose clear. He walked towards the door. Evans nodded. He had already thought of that. And number 2 handkerchief was lying ready on the bunk, a neatly folded square of off-white linen. സോ ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ജാക്സൺ പറയാണ്, ഇത്രയെങ്കിലും സെൻസ് ഉള്ള ആൾക്കാർ നിന്നോട് റിസ്ക് എടുക്കില്ല, കാരണം നീ 2 പ്രാവശ്യം ഈ ഒരു സെല്ലിൽ നിന്നും പോകാൻ ഉള്ള പ്ലാൻസ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം പീപ്പിൾ വിത്ത് സെൻസ് വിൽ നോട്ട് ടേക്ക് എനി ചാൻസ് വിത്ത് യു. ആൻഡ് അതിൻ്റെ ഒരു മറുപടിയായിട്ട് അല്ലെങ്കിൽ ഒരു ചോദ്യമായിട്ട് ഇവാൻസ് ചോദിക്കുകയാണ്, ശരി ഞങ്ങൾ സംസാരിക്കുന്നത് ആരാണ് കേൾക്കാൻ പോകുന്നത്? സോ ജാക്സൺ പറയാണ്, അത് സ്വയം ഗവർണർ തന്നെയാണ് കേൾക്കാൻ പോകുന്നത്. നോക്കൂ, നിന്നെ അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഒരു ഇഞ്ച് പോലും നിന്നെ വിശ്വാസമില്ല, എനിക്കുമില്ല. ആൻഡ് ഞാൻ നിന്നെ എപ്പോഴും ഒരു കഴുകനെ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇവാൻസ്, യു പ്ലീസ് കീപ്പ് യുവർ നോസ് ക്ലീൻ. കീപ്പ് യുവർ നോസ് ക്ലീൻ എന്ന് വെച്ചാൽ നീ നിൻ്റെ ബിഹേവിയർ ക്ലീൻ ആക്കി വെച്ചേക്കണം. ഡോണ്ട് ഇവൻ തിങ്ക് ഓഫ് ഡൂയിങ് സംതിങ് റോങ് എന്നാണ് അവിടെ അർത്ഥം. ആൻഡ് ദെൻ ഹി വാക്ക്ഡ് ഓഫ്. അപ്പോൾ ഇവാൻസ് തലയാട്ടിയിട്ട് പറയും, ഞാൻ എൻ്റെ നോസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഒരു കർച്ചീഫൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ നമ്പർ 2 ഹാൻഡ് കർച്ചീഫ് എന്നുള്ളതൊരു പ്രോപ്പർ നൗണായിട്ട് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. മേ ബി സംതിങ് ഇസ് റിട്ടൺ ഓൺ ദി ഹാൻഡ് കർച്ചീഫ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. സോ just because it is given in proper noun, I guess it is just a name referred to the handkerchief. And then the Jackson, the police officer, he turns again and he is asking, just one more thing, Einstein. Yeah, what's that? Good luck, old son. In the little lodge just inside the prison's main gates, the Reverend S. McCleary signed his name neatly in the visitor's book, and thence walked side by side with the silent prison officer across the exercise yard to D1, where he was greeted by Jackson. The wing's heavy outer door was unlocked and locked behind him. The heavy inner door the same, and McCleary was handed to Stephen's keeping. Get the razor, murmured Jackson. Stephens nodded. Well, keep your eyes skinned, clear? Stephens nodded again, and McCleary, his feet clanging up the iron stairs, followed his new guide, and finally stood before a cell where Stephens opened a peephole and looked through. That's him, sir. Evans, facing the door, sat quietly at the farther of the 2 tables, his whole attention riveted to a textbook of elementary German grammar. Stephens took the key from its ring, and the cell lock sprang back with a thudded metallic twang. So now what happens is that the police officer Jackson comes and he is asking Evans that, I want to tell you one more thing, Einstein. So Evans says, yes, what's that? Good luck. So he is wishing him good luck for the exam. And in the meanwhile, the
Invigilator reaches the prison. He signs in the visitor's book, and then a police officer is accompanying him to the D wing. At the D wing, Mr. Jackson is greeting him, and then he is again taken inside, and now he is handed over to Stephens. Now, സ്റ്റീഫൻസിനോട് ഒരു രഹസ്യം പോലെ വീണ്ടും ജാക്സൺ ഓർമ്മിപ്പിക്കുകയാണ് അവൻ്റെ റൂമിൽ നിന്ന് ആ റേസർ എടുത്തോണം. ആൻഡ് സ്റ്റീഫൻ തലയാട്ടിയിട്ട് യെസ് എന്ന് പറയും. ആൻഡ് ദെൻ വീണ്ടും ജാക്സൺ പറയാണ്, നീ നിൻ്റെ കണ്ണുകൾ ശരിക്കും തുറന്ന് തന്നെ വെച്ചോണം, ബി അലേർട്ട്. സ്റ്റീഫൻ അതിനും തലയാട്ടും. ആൻഡ് ദെൻ മെക്ലറിയെ കൊണ്ട് അദ്ദേഹം മെറ്റലിൻ്റെ അയൻ്റെ സ്റ്റേഴ്സ് കയറിയിട്ട് മുകളിലത്തെ സ്ഥലത്തോട്ട്, അതായത് നമ്മളുടെ ഇവാൻസ് ഇരിക്കുന്ന സെല്ലിൻ്റെ അടുത്തോട്ട് പോകും. ആൻഡ് ചെറിയൊരു പീപ്പ് ഹോൾ തുറന്നിട്ട് മെക്ലറിയെ കാണിച്ചു കൊടുക്കും, അതാണ് കക്ഷി എന്ന് പറയും. ഇവാൻസ് ആ സമയത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഹി വാസ് റൈറ്റ് ഫേസിങ് ദ ഡോർ. He was sitting facing the door and he was referring to a book. Maybe he was studying for his grammar exam. And then Stephens അവിടെ കീ ഹോൾഡറിൽ നിന്നും കീ എടുത്തിട്ട് ആ സെല്ല് തുറന്ന് അതിൻ്റെ ഉള്ളിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് കടക്കും. അതായത് മെക്ലറിയും കടക്കും, സ്റ്റീഫൻസും കടക്കും. Okay, so I'm going to stop this particular part here on page number 75. I'll be continuing the next part in the next video, right? So see you. Bye bye.